നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളം നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെ ധരിക്കണം. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ നയപ്രമാണോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അവിടെ അങ്ങോട്ട് തീരുന്നില്ല. യേശു വരുത്താൻ പോകുന്ന മാറ്റം ഈസ് എ വേൾഡ് ചേഞ്ചർ. അവൻ ലോകത്തെ മാറ്റുന്നവനാണ്. നിന്നിൽ ഇത് ആരംഭിച്ചെന്നേ ഉള്ളൂ. ആ മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഈ ഭൂമി കത്തി അഴിഞ്ഞു പോകും. ആകാശം അടിച്ചു മാറ്റപ്പെടും. പുതിയ ആകാശം, പുതിയ ഭൂമി വരും. അവിടെ പുതിയ യെരൂശലേം ഇറങ്ങി വരും. നീതി വസിക്കുന്ന പുതിയ ആകാശനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം മാറിപ്പോകും. ഇതെല്ലാം മാറ്റുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്.